കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 8 നമ്മൾ ശ്ലോകം 13 ചെയ്തു. അതിൽ നമ്മൾ പറഞ്ഞത് പിടിയാനെ പിന്തുടരുന്ന ഈ കൊമ്പനാനെ പോലെ ഈ സ്പർശസുഖം കൊതിച്ചിട്ട് കാമാതുരനായിട്ട് ആവരുത്. പിടിയാനയുടെ പിന്നിൽ പോകുന്ന സ്പർശസുഖം മോഹിച്ച് പിടിയാനെ പിന്തുടരുന്ന കൊമ്പനാനെ പോലെ ആവരുതെന്നാണ് പറഞ്ഞത് അല്ലേ. അങ്ങനെ കാമാസക്തനാവരുത്, അതായത് സ്ത്രീ സംഘം ഉപേക്ഷിക്കണം എന്നൊക്കെയാണ്. അങ്ങനെ ഒന്നിനോടും ഒരു സംഘം വരുത്, സ്ത്രീകളോട് ഒട്ടും വരുത്, കാരണം കാമാവേശം ഉണ്ടാവുമല്ലോ എന്നാണ്. ഈ 14 വായിക്കാട്ടോ. നാധിഗച്ഛേത് സ്ത്രിയം പ്രാജ്ഞ കർഹിജിൻ മൃത്യുമാത്മനഃ ബലാധികൈ സഹന്യേത ഗജൈരന്യേർഗജോ യഥാ. ഇനി അത് പറയാണ്. എന്താ അറിയോ? പ്രാജ്ഞ, അതായത് നല്ല വിവേകിയായിട്ടുള്ള ആള്, ആത്മനഃ മൃത്യും, തനിക്ക് മരണത്തിന് കാരണമായ ആ സ്ത്രീയെ കർഹിജിത് ഒരിക്കലും അധിക, അതായത് ഒരിക്കലും തൻ്റെ മരണത്തിൽ തന്നെ കലാശിക്കാം, അങ്ങനെയുള്ള ഒരു ബന്ധമാണ് ചിലപ്പോൾ സ്ത്രീകളോട് ഉണ്ടാവുക. അതുകൊണ്ട് സ്ത്രീയെ ഒരിക്കലും ആഗ്രഹിക്കരുത്. ഇത് സന്യാസിമാരുടെ കഥയെ പറഞ്ഞ കേട്ടോ, ഗൃഹസ്ഥന്മാരുടെ അല്ല. ഗജഹ, അതായത് പിടിയാനയുടെ സ്പർശത്തിന് അല്ലെങ്കിൽ പിടിയാനയോട് സംഗമിക്കാൻ ആഗ്രഹിച്ച ഈ ആന അന്യൈഹി ഗജൈഹി യഥ, ബാക്കി അതുമാത്രമല്ല, ബാക്കി ആനകളും ദേഷ്യപ്പെട്ട് ചിലപ്പോൾ തമ്മിൽ തലാൻ വരി. അതുകൊണ്ട് ബാക്കി ആനകളും ബലാധികൈഹി, എന്നിട്ട് ബലം അധികമുള്ള കൊമ്പനാന ജയിക്കും. ഇപ്പം ബലം കുറഞ്ഞൊരു കൊമ്പനാന പിടിയാനൻ്റെ കൂടെ പോയി, അത് ഇഷ്ടമായില്ല വേറെ കൊമ്പനാനകളൊക്കെ വെച്ചാൽ അവർ ബലം കുറഞ്ഞ ആനകളെ ആണെങ്കിൽ ഉപദ്രവിച്ച് ചിലപ്പോൾ കൊല്ലും. അവൻ ഹന്യത കൊല്ലപ്പെടാൻ സാധ്യത ഉണ്ട്. അതാ പറഞ്ഞ, അതായത് നല്ല വിവേകമുള്ള ഒരാൾ ശരിക്കും നമ്മളുടെ മരണത്തിൽ തന്നെ കലാശിക്കാവുന്ന ഒരു ബന്ധം സ്ത്രീയായിട്ട് ഒരിക്കലും, സ്ത്രീയോടുള്ള ആസക്തി കൊണ്ട് വളരെ സൂക്ഷിക്കണം. കാരണം ഒരു നല്ല ഭംഗിയുള്ള സ്ത്രീ ആണെങ്കിൽ പല പുരുഷന്മാരും ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പം നമ്മൾ ആഗ്രഹിച്ച് അവളുടെ പിന്നാലെ പോയാൽ അവളെ ആഗ്രഹമുള്ള മറ്റു പുരുഷന്മാർ ഈ ആളെ കൊന്നു വരാം. അതുപോലെ തന്നെയാണ് ആന. ഏതറിയോ? അവൻ അധികം ബലമുള്ളവരെ ബലം കുറഞ്ഞവരെ, അതായത് ബലം കൂടിയ കൊമ്പനാനകൾ ബലം കുറഞ്ഞ കൊമ്പനാനകളെ അവർ ഇങ്ങനെ വേറൊരു പിടിയാനയുടെ കൂടെ പോണ് കണ്ടാൽ ചിലപ്പോൾ അവർ അതിനെ കൊല്ലി. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവാം. അതുകൊണ്ട് അത് വളരെ സൂക്ഷിക്കണം എന്ന് പറയണ. അത് ഉപേക്ഷിക്കണം എന്ന് പറയാണ്. അതായത് സ്ത്രീ സംഘം ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ ഇതുപോലുള്ള അബദ്ധത്തിൽ ചെന്ന് ചേരും. ആത്മസാക്ഷാത്കാരം ആഗ്രഹിക്കുന്ന യോഗികൾ. അത് തീർച്ചയായിട്ടും അതാണ്. അപ്പം അങ്ങനെ ഈ കൊമ്പനാനെ പോലുള്ള എല്ലാ അവസാനം ഈ ഭോഗതൃഷ്ണയിൽ എല്ലാം മറന്നാൽ, അതാണ് ചുരുക്കി പറയാച്ച 2 ശ്ലോകത്തിന്. ഭോഗത്തിനുള്ള തൃഷ്ണയിൽ എല്ലാം മറന്നാൽ ആ ആളെ നശിക്കും. അത് നാശം തന്നെയാണ്, ഫലം എന്നാണ് പറയണത്. വല്ലാതെ സുഖഭോഗങ്ങളുടെ പിന്നാലെ പോയാൽ ദണ്ണം വന്നിട്ടോ നാശം തന്നെയാണ് ഫലം. നാധിഗച്ഛേത് സ്ത്രീയം പ്രാജ്ഞ കർഹിജിൻ മൃത്യുമാത്മന ബലാധികൈ സഹന്യേത ഗജൈരന്യേർഗജോ യഥ. നമ്മൾ പേപ്പറിലൊക്കെ വായിക്കുമല്ലോ, വിവാഹം കഴിഞ്ഞ വേറൊരു സ്ത്രീയെ വേറൊരാൾ പ്രേമിച്ചു, അപ്പം അങ്ങനെ കൊന്നു, ഇങ്ങനെയൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ. ഇതൊക്കെ തന്നെയാണ് പറയണത്. ഇനി തേനെടുക്കണ ആളെ നദേയം നോപഭോഗ്യം ലുബ്ധേർയത് ദുഃഖസഞ്ചിതം ഭുങ്ക്തേ തദപി തച്ചാന്യോ മധുഹേർവാർത്ഥ വിന്മധു. എന്താണ് 15 ലുബ്ധൈഹി? ലുബ്ധൻ എന്ന് പറഞ്ഞാൽ പിശുക്കൻ. അതായത് എത്ര സൂക്ഷിച്ച് വെച്ചാലും അത് കണ്ട് ആനന്ദിക്കുക. അത് അവനോ ഉപയോഗിക്കില്ല. അങ്ങനെയാണല്ലോ ഭയങ്കര പിശുക്കുള്ളവരെ. എങ്ങനെയാണ്? എടുത്തെടുത്ത് വയ്ക്കും. അവനോനും അനുഭവിക്കില്ല, ബാക്കിയുള്ളവർക്കും കൊടുക്കില്ല. അതാണ് ലുബ്ധൻ. ലുബ്ധൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ലോഭമുണ്ട്, പിശുക്കുണ്ട്. ഏതൊരു സാധനം ദുഃഖസഞ്ചിതം,
കഷ്ടപ്പെട്ട് ശേഖരിച്ചാൽ എന്നിട്ട് അത് എടുത്തു വയ്ക്കുമ്പോൾ എന്താ ഉണ്ടാവുക? എന്നാ ഉപഭോഗ്യം താൻ അനുഭവിക്കുന്നില്ല, എന്നാൽ ദേയം ആർക്കും കൊടുക്കൂല്ല, അന്യരോട് പങ്കിടൂല്ല, ആർക്കും എന്നാ ദേയം പറഞ്ഞാൽ എന്താ? ആർക്കും കൊടുക്കില്ല. അതിനെയും തദ്ച്ച അതിനെ അനുഭവിക്കാനേ മധുഹ തേൻ ശേഖരിക്കുന്നവൻ മധു ഇവ തേനെടുത്ത് അനുഭവിക്കുന്നത് പോലെ ഈ തേന് ശേഖരിക്കണ ആളെ ഒരു പണിയും ചെയ്തിട്ടില്ല. പാവം തേനീച്ചകളാണ് ഇങ്ങനെ ഒരു പൂവിൽ നിന്ന് വേറൊരു പൂവ് പോയി എത്ര കാലം കൊണ്ട് ശേഖരിക്കണ തേനാണ്. ഒരു പണിയെടുക്കാത്ത തേന് ശേഖരിക്കണ ആൾക്ക് അത് കിട്ടും ചെയ്യും. അതുപോലെ എന്ന് പറയണ ലുബ്ധനെയും അർത്ഥവിത്. അതായത് ധനം ഇരിക്കുന്നതിനും അതിനെ അപഹരിക്കേണ്ട വഴിയൊക്കെ അറിഞ്ഞിട്ടുള്ള ആൾക്കാർ വേറെണ്ട. കൊള്ളന്മാരും കൊള്ളക്കാരും നമ്മളെ പറ്റിക്കണവരെ അന്യഹാബി അന്യനൊരുത്തൻ ഭുങ്ക്തെ അനുഭവിക്കുന്നു. ശരിയല്ലേ? അതായത് ആ ഭയങ്കര പിശുക്കന്മാർ എന്താ ചെയ്യുക? അവനവൻ അനുഭവിക്കൂല്ല, വേറെ ആൾക്ക് കൊടുക്കൂല്ല. അങ്ങനെ അനവധി പൈസ ആയാലും സാധനങ്ങളായാലും പിശുക്കുള്ളവർക്ക് ഇന്നതെന്നില്ല. തിന്നണ സാധനം അടക്കം ഒരാൾക്കും കൊടുക്കില്ല. പിശുക്കുള്ളവരെ എടുത്തു വെച്ച് തിന്നാന്ന് വിചാരിക്കുക, അത് ചീത്തയായി പോവും. അങ്ങനെയൊക്കെയാണ് എല്ലാ സാധനങ്ങളും ലുബ്ധന്മാർ. അവർക്ക് ലോഭമുണ്ട്, പിശുക്കുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ അത് എടുത്തു വെച്ച് അനുഭവിക്കൂല്ല, വേറെ ആൾക്ക് കൊടുക്കൂല്ല. അങ്ങനെ സമ്പാദിച്ച് കൂട്ടിയ ധനം ഏതുപോലെ അത് പിടിച്ചെടുക്കാൻ അല്ലെങ്കിൽ അത് കൊള്ള ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരാളുടെ കയ്യിൽ പെട്ടു പോവാൻ നല്ല സാധ്യത ഉണ്ട്. അത് വല്ലവരും കൊള്ളയടിച്ചിട്ട് ഈ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആൾക്ക് ഒന്നും അനുഭവിക്കാൻ പറ്റാതിരിക്കാൻ നല്ല സാധ്യത ഉണ്ട്. ഏതുപോലെ തേനീച്ച, പാവം തേനീച്ചകൾ സ്വയം ധാരാളം തേന് കുടിക്കാതെ അനവധി തേനിങ്ങനെ ശേഖരിച്ച് വെച്ചിട്ട് ഒരു ദിവസം ഈ ഒരു പണി ചെയ്യാത്ത ഒരു തേൻ ശേഖരിക്കണ ആൾ വന്ന് ആ തേന് മുഴുവനും ഇങ്ങോട്ട് കൊണ്ടുപോകും. ഇവർക്ക് എത്രയോ കാലം കൊണ്ട് ശേഖരിച്ച തേന് വേഗം വന്ന് ഒരു പണി എടുക്കാത്ത ആളെ അത് കൊണ്ടുപോകും. അതേപോലെയാണ് പിന്നെ നമ്മളിങ്ങനെ എടുത്ത് വെച്ചാൽ ആർക്കും കൊടുക്കാതെ അവനും അനുഭവിക്കാതെ വെച്ചാൽ ഒരു ദിവസം ഇതൊക്കെ കൊള്ളയടിക്കാൻ നല്ല പ്ലാൻ ചെയ്ത ഒരാൾ വന്നിട്ട് അത് മുഴുവൻ കൊണ്ടുപോവുകയും ചെയ്യാം. നമ്മളത് അരുതെന്ന് പറഞ്ഞാൽ അതിന് വിലയ്ക്ക് നമ്മളെ കൊല്ലുകയും ചെയ്യാം. അതാണ് ഇതിൽ പറയണ കൂട്ടി വെക്കണ ധനം. അതായത് നമ്മൾ കൂട്ടി നമ്മൾ ആർക്കും കൊടുക്കാതെ അവനും അനുഭവിക്കാതെയും കൂട്ടി വെക്കണ ധനം ശരിക്കും അനർത്ഥത്തിന് കാരണമാവും എന്ന് പിന്നെ ഈ തേനെടുക്കുന്നവൻ്റെ കയ്യിൽ നിന്ന് ഞാൻ പഠിച്ചു, അല്ലെങ്കിൽ തേനീച്ചയിൽ നിന്ന് പഠിച്ചു. തേനെടുക്കുന്നവൻ അത് നിഷ്പ്രയാസം കിട്ടണു അല്ലേ, അത് ഞാൻ അതിൽ നിന്ന് പഠിച്ചു എന്നാണ് ഇതിൽ പറഞ്ഞത്. തേനീച്ച അതായത് പിന്നെ അതെ, അതാണ് ഈ ഒരു ഇതിൽ പറഞ്ഞത്. അതന്നല്ലേ പിന്നെ തേനീച്ചകളെ തേൻ ശേഖരിക്കുന്നവൻ കൊണ്ടുപോകുന്നത്. ആ തേനീച്ചകൾ ശേഖരിച്ച തേന് മുഴുവൻ തേനീച്ച ശേഖരിക്കുന്ന ആൾ കൊണ്ടുപോകുന്നത് പോലെ എന്താണ് ലുബ്ധനായിട്ടുള്ളൊരു ഗൃഹസ്ഥൻ്റെ ധനം മറ്റാരെങ്കിലും മക്കൾ തന്നെ ചിലപ്പോൾ മുഴുവൻ എടുത്തിട്ട് നമ്മളെ നോക്കാതിരിക്കാം ഒക്കെ ചെയ്യാലോ, അങ്ങനെയൊക്കെ ചെയ്യാലോ. അപ്പോൾ അതും ഞാൻ പഠിച്ചു. തേനീച്ചയെ പോലെ ആവരുത് എന്ന് ഞാൻ പഠിച്ചു ഇതിലും. പക്ഷെ തേൻ ശേഖരിക്കുന്ന ആളെ കൂട്ടിയിട്ടല്ലേ ഇത് പറയാൻ പറ്റുള്ളൂ. നേയം നോപഭോഗ്യം വാ ലുബ്ധേർ യദ് ദുഃഖസഞ്ചിതം ഭുങ്ക്തേ തദപി തച്ചാന്യോ മധുഹൈവാർത്ഥവിന്മധു. അതായത് പിന്നെ അതുകൊണ്ട് വെറുതെ കൂട്ടി വെക്കണ ധനം അനർത്ഥാണെന്ന് തേനെടുക്കുന്നവനും എൻ്റെ ഗുരുനാഥനായി എന്ന് പറയണം. ഇനി നമുക്ക് നോക്കാം അടുത്തത്. അയ്യോ അധികം മറച്ചു. അടുത്തത് 16. നോക്കട്ടെ 16 കേട്ടോ. അതെ 16. സുദുഃഖോപാർജിതൈർ വിത്തൈ ആശാസാനാം ഗൃഹാശിഷഃ മധുഹേവാഗ്രതോ ഭുങ്ക്തേ യതിർവൈ ഗൃഹമേധിനാം. അതാണ് 16. എന്താണ്? സുഖ ദുഃഖോപാർജിതൈഹി വളരെ കഷ്ടപ്പെട്ട് സമ്പാദിക്കപ്പെട്ട വിത്തൈഹി ധനങ്ങളെ കൊണ്ട് ഗൃഹാശിഷ വിഷയഭോഗങ്ങളെയൊക്കെ ഗൃഹസംബന്ധമായിട്ടുള്ള വിഷയസുഖങ്ങളെ ആശാസനം ഇച്ഛിക്കുന്ന ഗൃഹമേധിന ഗൃഹസ്ഥന്മാരുടെ അതിനെ
മധുഹ ഇവ വളരെ കഷ്ടപ്പെട്ട് തേനെടുത്ത് അതിനെ ഒരു സ്ഥലത്ത് ശേഖരിച്ച് വെച്ച തേനീച്ചകളെ പോലെ, ഒരു തേൻ ശേഖരിക്കണ ആൾ കുടിക്കണ പോലെ യതി സന്യാസി അഗ്രതഃ ആദ്യം ഭുങ്ക്തേ ഭുജിക്കുന്നു. അപ്പോൾ എന്താണ് ഇതിൽ തന്നെയാണ് പറയുന്നത്. അതായത് വളരെ ബുദ്ധിമുട്ടിയിട്ട് നമ്മൾ സമ്പാദിച്ച് വെച്ച സാധനങ്ങളൊക്കെ നമ്മൾ അത് ചെയ്യാം ഇത് ചെയ്യാം എന്നൊക്കെ സമ്പാദിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഗൃഹസ്ഥന്മാരുടെ നമ്മൾ ആർക്കും കൊടുക്കാതെ ഒരിക്കൽ ഉപയോഗിക്കാം എന്നൊക്കെ വിചാരിച്ച് മാറ്റി മാറ്റി വെച്ച് എടുത്തു വയ്ക്കുന്ന ആ ഗൃഹസ്ഥന്മാരുടെ ആ ധനമൊക്കെ ഈ തേനീച്ച കൂട്ടിക്കൂട്ടി വെച്ച തേനിനെ ഈ തേനെടുക്കണ ആളെ എടുക്കുന്ന പോലെ ഒരു യത്നവും കൂടാതെ യതി ആദ്യം അനുഭവിക്കുന്നു. അതായത് എന്താ അറിയോ പറയണത്, ഈ ഇതിലിപ്പോൾ എന്താ പറഞ്ഞ വെച്ചാൽ ഗൃഹസ്ഥന്മാർ പലപ്പോഴും ഭിക്ഷയൊക്കെ ഭിക്ഷ ചോദിച്ച് വരുന്നവർക്കൊന്നും കൊടുക്കില്ല പിശുക്കുള്ളവരെ. അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനികൾ വരുമ്പോൾ അവർക്ക് കൊടുക്കില്ല. ബ്രാഹ്മണൻ എന്നുള്ളത് അതുകൊണ്ടാണ് കേട്ടോ, ബ്രഹ്മജ്ഞാനികൾ ശരിക്കുള്ള ബ്രഹ്മജ്ഞാനികൾ വരുമ്പോൾ അവർക്ക് കൊടുക്കില്ല. അങ്ങനെ ചെയ്ത് വെക്കണത് അരുതെന്ന് പറയുകയാണ്. അപ്പം ശരിക്കും പറയാച്ചാൽ ഒരു യോഗിക്ക് ഒന്നും എടുത്തു വെക്കേണ്ട കാര്യമില്ല. പിന്നെ എതിർച്ഛയാലാഭസന്തുഷ്ടന്മാരാണ്. ഇപ്പോൾ ഒരു വീട്ടിൽ ചെന്നു എന്തെങ്കിലും തരൂ പറഞ്ഞു വെച്ചാൽ അവർ തരണത് കഴിക്കും, ഇനി തന്നില്ല വെച്ചാൽ കഴിക്കൂലേ, വേറൊരു വീട്ടിൽ പോകും, അത്രയേ ഉള്ളൂ അല്ലേ. അപ്പോൾ എതിർച്ഛയാലാഭസന്തുഷ്ടന്മാർക്ക് ഇങ്ങനെ കൂട്ടി 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 വെക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അതും കൂടി പഠിച്ചു പറയുകയാണ്. അതായത് ഈ തേൻ ശേഖരിക്കണ ആള് തേനിന് വേണ്ടി ഒട്ടും കഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. തേനീച്ച ശേഖരിച്ച തേനങ്ങോട്ട് എടുത്തു. അതുപോലെയാണ് ഒരു യോഗിക്ക് ഓരോ ഗൃഹസ്ഥന്മാരെ എന്താ തരണ വെച്ചാൽ സ്വീകരിക്കുക, തന്നില്ലെങ്കിൽ വേണ്ട, വേറെ എപ്പോഴാണ് കിട്ടണ വെച്ചാൽ അവർക്ക് യാതൊരു ഡിമാൻഡും ഇല്ല. എതിർച്ഛയാലാഭ സന്തുഷ്ടന്മാരാണ് അവർ. കിട്ടിയതുകൊണ്ട് സന്തോഷിക്കണവരാണ് അവർ. അതാണ് പഠിക്കേണ്ടത് അതാണ്. അത് വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഇത് ചെയ്യേണ്ടതെന്നാണ് ഇപ്പോൾ ഇതിൽ പറഞ്ഞത് കേട്ടോ. ഇനി പിന്നെ അതെ, അപ്പം തേനിനോടുള്ള ആസക്തി കൊണ്ടാണ് തേനീച്ച ആപത്തിൽ പെടണതേ. അതേപോലെ തന്നെയാണ് വിഷയം കൊണ്ട് ആകർഷിക്കപ്പെട്ടാൽ നമ്മളും നശിക്കും. അതിപ്പോൾ തന്നെയാണ് സെയിം തിങ് തന്നെ പറയണത് കേട്ടോ. സുദുഃഖോപാർജിതൈർ വിത്തൈർ ആശാസാനാം ഗൃഹാശിഷ മധുഹേവാഗ്രതോ ഭുങ്ക്തേ യതിർവൈ ഗൃഹമേധിനാം. അതായത് ഗൃഹസ്ഥൻ ഈ ഭിക്ഷ ചോദിച്ചു വരുന്ന യോഗിക്കും ഈ ബ്രഹ്മജ്ഞാനികൾക്കൊക്കെ ദാനം ചെയ്യാതെ കഴിക്കരുതെന്നുണ്ട്. അതാണ് ഇതിൽ പറഞ്ഞത്. ഇനി മാനെന്ന് എന്താ പഠിച്ച, മാനിനെ പോലെ ആവരുതെന്നാണ് കേട്ടോ. മാനെന്ന് പഠിക്കണം. മാനും നെഗറ്റീവ് ഗുരുവാണ്. മാനിനെ പോലെ ആവരുതെന്നാണ്. നമുക്ക് ഗ്രാമ്യഗീതം ന ശൃണുയാദ്യതിർ വനചര ക്വചിത് ശിക്ഷേത ഹരിണാത് ബദ്ധാൻ മൃഗയോർ ഗാനമോഹിതാത്. എന്താണ് ഈ ആനെ പോലെ ആവരുത പറഞ്ഞാൽ വനചരഹ, അതായത് വനത്തിൽ കൂടെ സഞ്ചരിക്കുന്ന യതി യോഗി, ക്വചിത് ഒരു സ്ഥലത്തും ഒരു സമയത്തും ഗ്രാമ്യഗീതം, അതായത് വിഷയസുഖം നൽകുന്ന തരത്തിലുള്ള പാട്ടുകളെ അല്ലെങ്കിൽ നമ്മുടെ ഭാവനകളെയൊക്കെ ഉണർത്തുന്ന അല്ലെങ്കിൽ ഇങ്ങനത്തെ വിഷയഭോഗങ്ങളെ ഉണർത്തുന്ന പാട്ടുകളെ അതിനാണ് ഗ്രാമ്യഗീതം പറയുക. ന ശൃണുയാത് കേൾക്കാൻ പാടില്ല. മൃഗയോഹോ എന്താ കേട്ടാൽ വേടൻ്റെ ഗീതമോഹിതാത്, വേടൻ പാട്ടിങ്ങനെ കുറച്ച് പാട്ട് വയ്ക്കുക. അതായത് പാട്ട് ഈ എന്തെങ്കിലും ഇൻസ്ട്രുമെൻ്റ് കൊണ്ടുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ ആ ശബ്ദം കേട്ടിട്ട് മാനുകളൊക്കെ അവിടെ വരാൻ സാധ്യതയുണ്ട്. അതായത് സംഗീതത്തിനോടുള്ള ഭ്രമം മാനെന്ന് പറയുകയാണ്. അതായത് വേടൻ്റെ ഗീതമോഹിത, പാട്ടുകൊണ്ട് മോഹിച്ചിട്ട് ബന്ധാത്, അതിനാൽ ബന്ധനത്തിൽ ആയ ഹരിണാത് മാൻ എന്ന മൃഗത്തിൽ നിന്നും ശിക്ഷേത നമ്മൾ പഠിക്കണമെന്ന്. അതായത് എന്താണ് ഈ ഒരു ശ്ലോകത്തിൽ പറഞ്ഞു വെച്ചാൽ, ഈ മാന് വേടൻ്റെ ഗാനം കേട്ട് മിണ്ടാതെ അത് ആസ്വദിച്ചും കൊണ്ട് ഇങ്ങനെ നാല് പുറവും വേടനുള്ളതൊന്നും അറിയാതെ, വേടൻ്റെ കയ്യിൽ നിന്നാണ് ഈ സംഗീതം വരണമെന്ന് മനസ്സിലാവാതെ അത് ശ്രദ്ധിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. നാല് പുറത്തേക്കൊന്ന് നോക്കിയിട്ട് ആപത്ത് വരുന്നുണ്ടോയെന്നൊന്നും
നോക്കാതെ അതിനെപ്പറ്റി മറന്നിട്ട് ഈ ഗ്രാമ്യഗീതത്തിൽ ലയിച്ച് നിൽക്കണ മാനിനെ വളരെ എളുപ്പമല്ലേ വേടനെ അമ്പെയ്ത് കൊല്ലാൻ. അത് ഒരു ദിക്കിൽ തന്നെ നിൽക്കുമ്പോൾ ഓടിപ്പോയാൽ, അല്ലെങ്കിൽ സാധാരണ മാനുകൾ വളരെ അലർട്ടാണ്, നാലുപുറം നോക്കും, വിജിലൻ്റാണ് കേട്ടോ, നോക്കും എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ട അപ്പോൾ ഓടും. പക്ഷേ ഈ ഗ്രാമ്യഗീതം എന്താണ് ഈ വേടൻ ഗ്രാമ്യഗീതം ഉണ്ടാക്കിയപ്പോൾ, അല്ലെങ്കിൽ പാടിയപ്പോൾ, അല്ലെങ്കിൽ ആ ശബ്ദം ഉണ്ടാക്കിയപ്പോൾ ഈ മാൻ അതിൽ ഭ്രമിച്ചിട്ട് അത് എവിടുന്ന ശബ്ദം കേൾക്കണമെന്ന് വിചാരിച്ച് അതന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നിട്ട് വേടൻ്റെ സാമീപ്യം അറിഞ്ഞില്ല. അങ്ങനെ ഇളകാതെ നിൽക്കുമ്പോൾ വേടനെ എളുപ്പമായിട്ട് കൊല്ലപ്പെടില്ല. അതുപോലെ ആണ് എന്താ ഒരു ആത്മസാക്ഷാത്കാരം ആഗ്രഹിക്കുന്ന ആൾ ഈ നമ്മുടെ വികാരങ്ങളെ ഉണർത്തുന്ന തരത്തിലുള്ള ഒരു പാട്ടുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ വിഷയഭോഗങ്ങളാൽ നമ്മൾ ആകർഷിക്കപ്പെടരുത്. ഭഗവാനെ പറ്റിയിട്ടുള്ള, ഭഗവാന്റെ ലീലകളെയും ഭഗവാനെ സ്തുതിച്ചുകൊണ്ടുള്ള കീർത്തനങ്ങളും മാത്രമേ ശ്രവിക്കാവൂ. ഗ്രാമ്യഗീതം ഒരിക്കലും കേൾക്കരുത്. കാരണം ഗ്രാമ്യഗീതം കേൾക്കുമ്പോൾ നമ്മുടെ അത് വികാരങ്ങളെ ഉണർത്തും. അപ്പം ഇന്ദ്രിയ സുഖത്തിന് വേണ്ടി ആഗ്രഹിക്കും. അപ്പോൾ ഈ മാനിനെ പറ്റിയ പോലെ നമുക്ക് നാശം സംഭവിക്കും എന്ന് ചുരുക്കം. മാനിനെ പോലെ ആവരുതെന്നാണ്. അതായത് ശബ്ദം വലിയ ഇഷ്ടമാണ് മാനിന്, സംഗീതമൊക്കെ. അത് കേട്ട് നിൽക്കുമ്പോൾ വേടനെ എളുപ്പമല്ലേ ആക്രമിക്കാൻ. അതുപോലെ നമ്മൾ വികാരമുണർത്തുന്ന ഇതൊന്നിലൊന്നും നമ്മൾ ശ്രദ്ധ കൊടുക്കരുത്. അപ്പം നമ്മുടെ ഈ വിഷയഭോഗങ്ങൾക്കുള്ള ആഗ്രഹം വല്ലാതെ വർദ്ധിക്കുമ്പോൾ നമുക്ക് നാശം തന്നെയാണ് ഫലം. അതായത് ഗ്രാമ്യഗീതത്തിൽ മോഹിക്കരുതെന്ന് പറയുമ്പോൾ വിഷയസുഖങ്ങളിൽ മോഹിക്കരുതെന്ന് തന്നെയാണ്. അപ്പോൾ ഫലം നാശമാണ്, അഥവാ സംസാര ദുഃഖത്തിൽ നമ്മൾ കുരുങ്ങിപ്പോവും എന്ന് പറയാണ്. ഇനി കുറേ നെഗറ്റീവ് ഗുരുക്കളുണ്ട് കേട്ടോ. മാനൊക്കെ നെഗറ്റീവ് ഗുരുവാണ്. കാരണം മിണ്ടാതെ ഇളകാതെ നിന്നുകൊണ്ട് അതുപോലെ നമ്മളും വിഷയസുഖങ്ങളിൽ പെടരുതെന്ന് പറയുകയാണ്. ഗ്രാമ്യഗീതം ന ശൃണുയാദ്യതിർ വനചര ക്വചിത് യതി, അങ്ങനെ ചെയ്യരുത്. ശിക്ഷേത ഹരിണാത് ബദ്ധാൻ മൃഗയോർ ഗാനമോഹിതാത്. ഈ മാന് ഗാനം കേൾക്കാൻ മോഹിച്ചിട്ട് നിന്ന് പോയപ്പോൾ നാശമുണ്ടായ പോലെ. ഇനി നൃത്യവാദിത്രഗീതാനി ജുഷൻ ഗ്രാമ്യാണി യോഷിതാം ആസാം ക്രീഡനകോ വശ്യ ഹൃഷ്യശൃംഗോ മൃഗീ സുതഃ. അതാ കഥ ഉണ്ടല്ലോ, അതാണ് പറയണ 18 കേട്ടോ. എന്താ അറിയുമോ? ഗ്രാമ്യാണി യോഷിത, അതായത് നല്ല സുന്ദരികളായ സ്ത്രീകളുടെ നൃത്യവാദിത്രഗീതാനി, നൃത്യവും വാദ്യവും പാട്ടും ഇതൊക്കെ ജുഷൻ അനുഭവിച്ചിട്ട് മൃഗിസുത, മാനിൽ ജനിച്ചവനുമായ ഹൃഷ്യശൃംഗൻ ആസാം അവർക്ക് ക്രീഡനക കളിക്കോപ്പായി ഭവിച്ച് വശീകൃതനായി എന്ന്. അതായത് ഈ വിഷയസുഖങ്ങളിൽ പോയാൽ എത്ര മുനിമാരാണെങ്കിലും അതാണ് ഇതിൽ പറയണത്. ഋഷ്യശൃംഖനെ പോലെ ആവരുതെന്ന് പറയാണ് ഇതിൽ. ഋഷ്യശൃംഖനെ സ്ത്രീകളെ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ലല്ലോ അല്ലേ? അത് ആ ഒരു കഥയാണ് അപ്പോൾ ഇതിൽ പറയണത് കേട്ടോ. ഋഷ്യശൃംഖൻ്റെ കഥയാണ് പറയുന്നത്. അതായത് സ്ത്രീകളുടെ ഈ വളരെയധികം വികാരങ്ങളെ ഉണർത്തുന്ന നൃത്തവും വാദ്യവും ഗീതവും ഒക്കെ അനുഭവിക്കണ ഒരു മാനിൻ്റെ പുത്രനായിട്ടുള്ള ഋഷ്യശൃംഖന്, അതുകൊണ്ടാണ് ഋഷ്യശൃംഖൻ എന്ന് പേരെന്നെ അല്ലേ. അപ്പോൾ മാനിൻ്റെ പുത്രനായ ഋഷ്യശൃംഖ മഹർഷിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീകളുടെ കളിപ്പാവകളായിട്ട് വേണ്ടി വന്നു. പറഞ്ഞാൽ എന്താ, ഈ സ്ത്രീകളെ കാമലമ്പടനായിത്തീർന്നു അദ്ദേഹം. അപ്പോൾ ഈ സ്ത്രീകളുടെ കയ്യിലത്തെ കൊരഞ്ഞനായിത്തീർന്നു എന്നുള്ള പോലെയാണ്. അതുപോലെ അങ്ങനെ ഒരു ആത്മസാക്ഷാത്കാരം ആഗ്രഹിക്കണ യതി അങ്ങനെ പെട്ടുപോയാൽ സ്ത്രീകളുടെ ഈ എന്താ പറയുക, സംഘവും സ്ത്രീകളുടെ വാദ്യം നൃത്യം അതൊക്കെ ഒരുപാട് കണ്ടാൽ ഈ വിഷയവികാരങ്ങളൊക്കെ ഉണർത്തപ്പെട്ടിട്ട് ഈ യതിയുടെ എല്ലാ ആത്മസംയമനവും ആത്മനിയന്ത്രണവും നഷ്ടപ്പെട്ടിട്ട്
ഈ ഹൃഷ്യശൃംഖനെ പോലെ ഈ സ്ത്രീകളുടെ കയ്യിൽ കളിപ്പാവയായി തീരേണ്ടി വരും. അതായത് പിന്നെ മുമ്പിട്ട് ആധ്യാത്മികമായിട്ടുള്ള മുമ്പോട്ടുള്ള യാത്രയൊക്കെ അത് വളരെയധികം തടസ്സപ്പെടുത്തുമെന്ന് പറയുകയാണ്. അതാണ് ഹൃഷ്യശൃംഖ മഹർഷിയെ പോലെ സ്ത്രീകളുടെ കളിപ്പാവയായിട്ട് തീരും. അതിനെ ശ്രദ്ധിച്ചാൽ അതാണ് ഉണ്ടായത്. ഹൃഷ്യശൃംഖൻ കുറേ കാലം സ്ത്രീകളെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സ്ത്രീകളെ കണ്ടപ്പോൾ പിന്നെ അവരിലങ്ങോട്ട് ഭ്രമിച്ചിട്ട് അവരുടെ വെറും കളിപ്പാവ് അതുപോലെ ആവും ഒരു യതി ഇതിന് ഈ വിഷയസുഖങ്ങളുടെ പിന്നാലെ പോയാൽ. നൃത്യവാദിത്രഗീതാനി ജുഷൻ ഗ്രാമ്യാണി യോഷിതാം ആസാം ക്രീഡനകോ വശ്യ ശിഷ്യശൃംഗോ മൃഗീസുത. അപ്പം ഇതിലും മാന്യെ പോലെ തന്നെയാണ് പറഞ്ഞത് കേട്ടോ. അല്ലെങ്കിൽ ഹൃഷ്യശൃംഖനെ പോലെ ആവരുത് എന്നർത്ഥം. രസാസജ്ഞി 19 എന്താ അറിയോ, നമ്മുടെ നാവിനെ അടക്കാൻ പറ്റാഞ്ഞാലും ബുദ്ധിമുട്ടാണെന്നാണ്. അതായത് നമ്മുടെ ഈ ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹവും അതിയായിട്ടുണ്ടെങ്കിൽ നന്നല്ല. അതാണ് ജിഹ്വയാദി പ്രമാധിന്യ ജനോ രസവിമോഹിത മൃത്യുമൃച്ഛത്യസദ്ബുദ്ധിർ മീനസ്തു ബഡിശൈർ യഥാ. അതാണ് മത്സ്യത്തിനെയാണ് അതിൽ ഉദാഹരണം. മത്സ്യത്തിനെ പോലെ ആവരുത്, അതും നെഗറ്റീവ് ഗുരു. രസവിമോഹിത അതായത് സ്വാദ് മോഹിച്ചിട്ട്, അസദ്ബുദ്ധി ശരിക്കുള്ള സത്യം അറിയാത്ത, വാസ്തവം അറിയാത്ത ജനഹ മനുഷ്യൻ. അതായത് നമുക്ക് തിന്നാനുള്ള മോഹം, അതായത് നമ്മുടെ രസം എന്ന് പറയുമല്ലോ, അതാണ് നാവിൻ്റെ ആ സ്വാദ് ഓർത്തിട്ട് വാസ്തവം അറിയാത്ത ബുദ്ധിയോട് കൂടിയിട്ടുള്ള മനുഷ്യൻ അതിപ്രമാധിന്യ വളരെയധികം നമുക്ക് ദുഃഖം നൽകുന്ന അല്ലെങ്കിൽ ക്ലേശം നൽകുന്ന ജിഹ്വയായി നാവൊറ്റ കാരണം കൊണ്ട് ബഡിശൈഹി മീൻ പിടിക്കാനുള്ള ഒരു കണ്ണി, അതാണ് ബഡിശം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, മീനിനെ അതില്ലേ എന്താ മീനിനെ ഇങ്ങനെ കോർത്ത് ഇടില്ലേ, മീൻ പിടിക്കാനുള്ള ഒരു വടി, അതുമ്പിലിങ്ങനെ അറ്റത്ത് മീനിനുള്ള ഭക്ഷണം കോർത്തിടൂലോ, എന്തെങ്കിലും മാംസമൊക്കെ. മീനഹയഥ മത്സ്യം എന്ന പോലെ മൃത്യു മൃച്ഛതി മരണം പ്രാപിക്കുന്നു. എന്താ ഇതിൽ പറഞ്ഞ വെച്ചാൽ, മത്സ്യത്തിന് ഇങ്ങനെ നമ്മൾ ഇതിട്ട് കൊടുക്കുമല്ലോ, എന്താ ചൂണ്ടയില, ചൂണ്ട എന്നാണ് അതന്നെ, ചൂണ്ടയിൽ അതറിയോ, നാവിൻ്റെ രുചിക്ക് നമ്മൾ പ്രാധാന്യം നൽകിയാൽ, അങ്ങനെ നാവിൻ്റെ രുചിക്ക് വല്ലാതെ പ്രാധാന്യം നൽകണ ഒരു യോഗി, ഒരു സാധകൻ ഈ മത്സ്യത്തിനെ പോലെ ആപത്തിലാകുന്ന. അതാണ് രസനേന്ദ്രിയത്തിനെ നമ്മൾ നല്ലോണം സൂക്ഷിക്കണം. രസനേന്ദ്രിയത്തിനെ അടക്കാൻ, അതുകൊണ്ടാണല്ലോ പണ്ടൊക്കെ ഈ പട്ടിണി കിടക്കാനൊക്കെ പറയണതേ അല്ലേ. രസനേന്ദ്രിയത്തിനെ അടക്കാനുള്ള ശക്തി ഉണ്ടാവാനാണ്. അതായത് മത്സ്യത്തിന് നോക്കൂ, ചൂണ്ടലിട്ടിട്ട് അതിനെന്തെങ്കിലും തിന്നാൻ, അതിനിഷ്ടമുള്ള സാധനം, മത്സ്യങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം ആ ചൂണ്ടൽ വെച്ചിട്ട് ആകുമ്പോൾ മത്സ്യം പാവം അത് തിന്നാനുള്ള ആഗ്രഹം കൊണ്ട് വരും, പിടിക്കപ്പെടും അല്ലേ. അതേപോലെ നമ്മൾ മായയുടെ ചൂണ്ടലിൽ പെടരുതെന്ന്. മായം നമ്മളെ ചൂണ്ടലിട്ട് പിടിക്കുകയാണ്. ആ മായയുടെ ചൂണ്ടലിൽ നമ്മൾ ഒരിക്കലും പെടരുത് എന്ന് പറയുകയാണ് ഇതിൽ. അത് വളരെ ശരിയാണ്. കാരണം ഇതിപ്പോൾ ഈ മത്സ്യത്തിൻ്റെ ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ. മായയുടെ ചൂണ്ടലാണ് നമ്മളെ 4 പുറയി. അപ്പം അതിൻ്റെ പിന്നാലെ പോയ ഒരു സാധകൻ, അതായത് നമ്മൾക്ക് മോക്ഷം ലക്ഷ്യമായിട്ടുള്ള ഏതൊരാളും മായയുടെ ചൂണ്ടലിൽ പെടാതെ സൂക്ഷിക്കണം. ഈ മത്സ്യത്തിനെ പോലെ ഒരു മത്സ്യം പിടിക്കുന്ന ആളുടെ ചൂണ്ടലിൽ പെട്ടിട്ട് നശിക്കണ പോലെ നമ്മൾ മായയുടെ ചൂണ്ടലിൽ പെട്ട് നശിച്ചു പോകും സൂക്ഷിച്ചില്ലെങ്കിൽ തന്നെയാണ് പറയുന്നത്. അപ്പം നമ്മുടെ ആ രസന, അതായത് നമ്മുടെ ഈ രസനേന്ദ്രിയത്തിനെ നമ്മൾ നല്ലോണം അടക്കാൻ പഠിക്കണം. ജിഹ്വയാദി പ്രമാധിന്യ ജനോ രസവിമോഹിത മൃത്യുമൃച്ഛത്യസദ്ബുദ്ധിർമീനസ്തു ബഡിശൈര്യഥ. ബഡിശം ചാലി ചൂണ്ടലാണ് കേട്ടോ. അതായത് ഇങ്ങനെ വിഷയങ്ങളിൽ ആസക്തി ഉണ്ടെങ്കിൽ, പിന്നെ മാത്രമല്ല രസനേന്ദ്രിയം വളരെ ആസക്തി ഉണ്ടാക്കുന്നതാണ്. അതിൽ മോഹിതനായിട്ട് ഈ ചൂണ്ടലിൽ പെട്ട മത്സ്യത്തിനെ പോലെ നമുക്കും നാശം പറ്റും. മായയുടെ ചൂണ്ടലിൽ നമ്മൾ പെടരുത്. അതായത് ഇതിൽ വേറൊന്നും കൂടി പറയണ്ട 20 കേട്ടോ. ഇന്ദ്രിയാണി ജയന്ത്യാശു നിരാഹാരാമനീഷിണ
വർജയിത്വാതു രസനം തന്നിരന്നസ്യ വർദ്ധതേ. അതായത് രസനേന്ദ്രിയം നല്ല വിഷമാണ് ജയിക്കാൻ. രസനേന്ദ്രിയത്തിനെ ജയിക്കാൻ അത്ര എളുപ്പമൊന്നുമല്ല നമ്മൾ വിചാരിക്കണ പോലെ. അതാണ് മനീഷിണ, നീ നല്ല ബുദ്ധിയുള്ള വിവേകികള, അല്ലെങ്കിൽ ഈ യോഗിമാർ, യതിമാർ, ആത്മസാക്ഷാത്കാരം ആഗ്രഹിക്കണവരൊക്കെ നിരാഹാര, ആഹാരം കഴിക്കാതെ രസനേന്ദ്രിയത്തിനെ വർജയിത്വ, രസനേന്ദ്രിയത്തിനെ അടക്കാൻ പഠിക്കുകയാണ്. രസനേന്ദ്രിയത്തിൻ്റെ പ്രലോഭനങ്ങളെ വർജിച്ചിട്ട് ഇന്ദ്രിയാണി മറ്റിന്ദ്രിയങ്ങളെ ആശു സുലഭമായി ജയിക്കുന്നു. അതായത് രസനേന്ദ്രിയാണ് അത്ര ഏറ്റവും വിഷമം ജയിക്കാനേ. അപ്പോൾ രസനേന്ദ്രിയത്തിനെ ജയിച്ച ആൾക്ക് മറ്റിന്ദ്രിയങ്ങളെ ജയിക്കാൻ എളുപ്പമെന്നാണ് പറയണത്. നിരന്നസ്യ ചെന്താ ആഹാരമില്ലാത്തവന് തദ് ഈ രസനേന്ദ്രിയം മാത്രം, ആ രസനേന്ദ്രിയം മാത്രം വർദ്ധിക്കുന്നു. അതായത് ആഹാരം ഇല്ലെങ്കിൽ നമുക്ക്, അതായത് രസനേന്ദ്രിയത്തിനെ അടക്കിയാൽ ബാക്കിയുള്ളതിനെ അടക്കാൻ എളുപ്പമാണ്. അതായത് എന്താ പറഞ്ഞു വെച്ചാൽ, നല്ല വിവേകികളൊക്കെ ആഹാരം ഉപേക്ഷിച്ച് രസനേന്ദ്രിയം ഒഴിച്ചുള്ള മറ്റ് ഇന്ദ്രിയങ്ങളെയൊക്കെ അവർക്ക് വേഗത്തിൽ ജയിക്കാൻ സാധിക്കും. പക്ഷേ നമ്മൾ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ വല്ലാതെ തോന്നൂലോ. അതുകൊണ്ട് നമ്മൾ ഒട്ടും കഴിക്കാതെ ഇരിക്കരുത്. അതായത് അത്യാവശ്യം നമുക്ക് വിശപ്പടങ്ങാൻ മാത്രമേ കഴിക്കാവൂ, അങ്ങനെ വയ്ക്കേ പറ്റുള്ളൂ. അതായത് ബാക്കി ഇന്ദ്രിയങ്ങളെ അടക്കണേക്കാളും ബുദ്ധിമുട്ടാണ്. എന്താ കാരണം വെച്ചാൽ, ഇപ്പം നമ്മളൊരു 12 മണിക്കൂർ 24 മണിക്കൂർ അത് വളരെ നമുക്ക് തന്നെ അനുഭവമാവുന്നതാണ്. ഞാൻ എത്ര നേരം ഭക്ഷണം കഴിക്കില്ല എന്ന് തീർച്ചയാക്കിയെന്ന് വിചാരിച്ചോളൂ. അതിലത്തെ പകുതി സമയം കഴിഞ്ഞു അപ്പോഴേക്കും നമുക്ക് നല്ല വിശപ്പാണ്. 24 മണിക്കൂർ കഴിക്കില്ല എന്ന് വെച്ചു, 12 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും വിശന്നിട്ട് വയ്യ. അപ്പോൾ ഭക്ഷണം കണ്ടാലോ നമുക്ക് അടക്കാൻ പറ്റില്ല, അത്ര വളരെ വിഷമാണത്. ബാക്കി ഇന്ദ്രിയങ്ങളെ അടക്കണേക്കാൾ വിഷമാണ് രസനേന്ദ്രിയം. അതുകൊണ്ട് അങ്ങനെ നമ്മൾ ഒട്ടും കഴിക്കാതിരിക്കാൻ ശ്രമിക്കേണ്ടെന്നാണ് പറയണത്. എന്താ വെച്ചാൽ, ഒട്ടും കഴിക്കാണ്ടിരുന്നാൽ നമുക്ക് ഭക്ഷണത്തിനുള്ള ആഗ്രഹം വല്ലാതെ കൂടും. അപ്പം എന്ന് വെച്ചാൽ പാകത്തിന് കഴിക്കണം, മിതമായിട്ട് കഴിക്കുക. ഇതിലിപ്പോൾ എന്താ ശരിക്കും പറഞ്ഞ വെച്ചാൽ, ഏറ്റവും ജയിക്കാൻ വിഷമമുള്ള ഇന്ദ്രിയം രസനേന്ദ്രിയമാണ്. കാരണം വിശപ്പാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത്. വിശപ്പാണ് സഹിക്കാൻ പറ്റാത്തത്. അപ്പോൾ നമ്മൾ അതിനെ പതുക്കെ എങ്ങനെ ജയിക്കുക വെച്ചാൽ, കുറച്ച് കുറയ്ക്കുക നമ്മുടെ ഭക്ഷണം. കുറച്ച് കൊണ്ടുവന്നിട്ട് പിന്നെ, അതായത് വിശപ്പ് മാറിയിട്ട് പിന്നെയും തിന്നാൻ തോന്നണേനെ അടക്കാൻ അത്ര വിഷമമില്ലേ. അപ്പോൾ രസനേന്ദ്രിയാണ് ഏറ്റവും വിഷമമെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഭക്ഷണത്തിനെ തീരെ ഉപേക്ഷിക്കാതെ കുറേശ്ശെയായി കുറച്ച് കൊണ്ടുവന്നിട്ട് രസനേന്ദ്രിയത്തിനെ നമ്മൾ ജയിക്കണം എന്നാണ് ഇതിൽ പറഞ്ഞത്. അതായത് രസനേന്ദ്രിയാണ് ഏറ്റവും മനസ്സിലാക്കിയിട്ട് നമ്മൾ അങ്ങനെ ഇതാവണമെന്ന്. ഇനി ഇന്ദ്രിയാണി ജയന്ത്യാശു നിരാഹാരാമനീഷിണ വർജയിത്വാതു രസനം തന്നിരന്നസ്യ വർദ്ധതേ. നിരന്നസ്യ വെച്ചാൽ അന്നം ഇല്ലാതെ. ഞാൻ തന്നെയാണ് ഒന്നും ഇതിൽ പറയണത് കേട്ടോ. തവേജിതേന്ദ്രിയോ നസ്യാദ് അദ്വിജിത സ്യാദ് ജിതാന്യേന്ദ്രിയ പുമാൻ ന ജയേദ്രസനം യാവർജിതം സർവം ജിതേ രസേ. 21 എന്താ പറയണ വെച്ചാൽ, അത് നമുക്ക് വളരെ അത്ഭുതമാവും നമുക്കതൊക്കെ ശരിക്കും കേട്ടോ. നോക്കട്ടെ, 21 അതെ, അതായത് 21 തന്നെയാണ് പറയണത്. പിന്നെ വിജിതാന്യേന്ദ്രിയ, മറ്റിന്ദ്രിയങ്ങളെ ജയിച്ച് പുമാൻ പുരുഷൻ, ബാക്കി ഇന്ദ്രിയങ്ങളെ ജയിച്ചാൽ യാവത് എത്ര കാലം രസനം രസേന്ദ്രിയത്തിനെ ജയിച്ചില്ലയോ താവത് അത്രയും കാലം. ബാക്കി ഇന്ദ്രിയങ്ങളെയൊക്കെ ജയിച്ചാലും രസനേന്ദ്രിയത്തിനെ ജയിക്കാത്തിടത്തോളം കാലം ജിതേന്ദ്രിയനായി നസ്യാത് ഭവിക്കില്ല. അതും കൂടി ജയിച്ചാലേ ജിതേന്ദ്രിയൻ എന്ന് പറയാൻ പറ്റുന്ന. രസേ ജിതേ, രസനേന്ദ്രിയം ജയിച്ചാൽ സർവം ജിതം, ബാക്കിയൊക്കെ ജയിക്കാം എന്ന് പറയാമെന്ന്. അതായത് മറ്റെല്ലാ ഇന്ദ്രിയങ്ങളെയും ജയിച്ചാലും രസനേന്ദ്രിയത്തെ ജയിക്കാത്തിടത്തോളം കാലം ഒരുവൻ ജിതേന്ദ്രിയനാവണില്ലാന്ന്. രസനേന്ദ്രിയം ജയിച്ചാലോ മറ്റെല്ലാ ഇന്ദ്രിയങ്ങളെയും ജയിക്കപ്പെട്ടതായിട്ട് കരുതാമെന്ന് പറയുകയാണ്. അതായത് അത്ര ബുദ്ധിമുട്ടാണെന്ന്.
ശരിക്കും പറയാച്ചാൽ ഈ രസനേന്ദ്രിയത്തിൻ്റെ കാര്യത്തിൽ ഒരു വലിയ ബുദ്ധിമുട്ടുള്ളതാണ്. എന്താ അറിയോ, ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ നമുക്ക് എന്താ ഉണ്ടാവുക, ഈ രസനേന്ദ്രിയത്തിൻ്റെ ആ ഒരു ആഗ്രഹം കൂടെ ചെയ്യേ, അതാണ് ബുദ്ധിമുട്ടേ അല്ലേ. അപ്പം മറ്റിന്ദ്രിയങ്ങളൊക്കെ ജയിക്കാൻ കഴിഞ്ഞാലും രസനേന്ദ്രിയം ജയിക്കണതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. എന്താ വെച്ചാൽ നമ്മൾ ആഹാരം വർജിക്കുമ്പോൾ നമുക്ക് കഴിക്കാനുള്ള ആഗ്രഹം കൂടി വരും. അപ്പോൾ രസനേന്ദ്രിയത്തിൻ്റെ പ്രലോഭനം കൂടെ ചെയ്യേ. അപ്പോൾ ബാക്കി ഇന്ദ്രിയങ്ങൾ ജയിച്ചാലും അയാളെ ജിതേന്ദ്രനായിട്ട് കാണാൻ പറ്റില്ല. പക്ഷെ രസനേന്ദ്രിയം ജയിച്ചാൽ അയാളെ ജിതേന്ദ്രിയൻ എന്ന് പറയാം എന്നാണ് 21 പറഞ്ഞത് കേട്ടോ. താവജ്ജിതേന്ദ്രിയോ ന സ്യാദ് ജിതാന്യേന്ദ്രിയ പുമാൻ ന ജയേദ്രസനം യാവർജിതം സർവം ജിതേരസേ. അതാണ് രസേന്ദ്രിയം ജയിച്ചാൽ എല്ലാ ഇന്ദ്രിയങ്ങളെയും ജയിച്ച ആളാന്ന് പറയാമെന്ന്. ഇനി ഈ പിങ്കള എന്നുള്ള വേശ്യാണ്, അവളുടെ കഥയാണ്. ഇനി നോക്കട്ടെ സമയം കേട്ടോ. അയ്യോ മതി, നമുക്ക് നിർത്താം. ശ്രീകൃഷ്ണ അർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പിങ്കള നാമം ചെയ്യാം. ഗുരുവായൂരപ്പ ശരണം.